റോമൻസ് യൂറോപ്പിലും വൻ വിജയം. UK മൂന്നാം വരവും വിജയകരമായ പ്രദർശനം തുടർന്നു. ബോബനങ്ങളിന്റെ റോമൻസ് കലക്കി. അടിപൊളി പടമാണ്. അച്ഛന്മാര് കലക്കി. സൂപ്പർ. അടിച്ചു പൊളിച്ചു അവര്. അത്രത്തോളം മക്കളാം നമ്മളെ കർത്താവ് കാക്കും. നല്ല കോമഡിയാണ്. ആത്മാവിൻ തുറക്കാം. റോമൻ സിനിമ കണ്ടു. നല്ല സിനിമയാണ്. രണ്ട് ഫാദർ ഷിബുവും പോളും കാണിക്കുന്ന നല്ല നല്ല ദൈവത്തിന്റെ കൊഞ്ഞാടിനോടത്ത് ജീവിതം കൊന്നുകേറാം. ഫാമിലിക്ക് ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ നേരത്തേക്ക് ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് തന്നെയാണ്. കുഴപ്പമില്ല. ജാക്കോബിന്റെയും സിനിമ വലിയ മോശമില്ലാത്തൊരു പ്രകടനമാണ്. റോമൻസ് പടം കണ്ടു. വളരെ നന്നായിട്ടുണ്ട്. ആവശ്യത്തിനുള്ള കോമഡിയും സസ്പെൻസും എല്ലാം നല്ലതായിട്ടുണ്ട്. റോമൻസ് പടം കണ്ടു. നല്ല കോമഡി, അടിപൊളി. ശലമോന്റെ മുന്തിരിത്തോപ്പിലെ കീർത്തനക്കാറ്റ് നല്ല അടിപൊളിയായിട്ടുണ്ട്. എല്ലാം കൊണ്ടും നല്ല നല്ല സിനിമയാണ്. നല്ല അടിപൊളി സിനിമ, നല്ല കോമഡി, ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ ഏറ്റവും നല്ല സിനിമ. എല്ലാരും ഒന്നായിരിക്കാമോ? റോമൻസ് പടം കണ്ടു. വളരെ നന്നായിരുന്നു. വളരെ നല്ല പടം. വല്ലായ്മയൊക്കെയും നീക്കാം. ഇനിയും കുറെ സിനിമകൾ ഇറക്കട്ടെ. മണ്ണിലും തീർക്കാം. മെഴുതിരികൾ നിരനിരയായി മെഴിയൊഴിയും നിരവുകളിൽ നീതിമാന്റെ ഭാഷ പറഞ്ഞ അച്ഛന്മാരൊന്നും ഒച്ചപ്പാടും കൂടി ആക്കേണ്ട കാര്യമൊന്നുമില്ല. ചെന്നിട്ട് ഈശോയെ കണ്ടിട്ടും നോശാന പാടാൻ. നല്ല സിനിമയായിരുന്നു. പ്രത്യേകിച്ച് നല്ല കോമഡി. വിജയമാനോന്റെ കോമഡിക്ക് വളരെ നന്നായിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ടുണ്ട്. കണ്ടിരിക്കാം. ഓക്കെ, കുഴപ്പമില്ല. നല്ല അടിപൊളിയായിരുന്നു. അടിപൊളിയാണ്. നല്ല പിക്ചറാണ്. ടൈം പാസ് ഉണ്ടായിരുന്നു. ഒരുപാട് കോമഡി ഇല്ലെങ്കിലും നല്ല കോമഡി ആയിരുന്നു. വളരെ നന്നായി. അങ്ങനെ ഫാദർ ഷിബുവും ഫാദർ പോളും ബോബൻ സാമുവലിൻ്റെ പ്രതിഭയാർന്ന സംവിധാനത്തിൽ യൂറോപ്പിനെ കുലുക്കി കുലുക്കി ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഭാവിയിലും ഈ സംവിധാന പ്രതിഭയിൽ നിന്ന് യൂറോപ്പ് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ബോബ 2 ചായ. 1 വിത്തൗട്ട്. ഈശോയെ കണ്ടിട്ടൊന്നോ ശാന പാടാം. അത്രത്തോളം മക്കളാം നമ്മളെ കർത്താവ് കാക്കുവാൻ കുർബാന കൂടാം. ആത്മാവിൻ വാതിൽ തുറക്കാം.